എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. കല്യാണി പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട് ഡൽഹിക്ക്. കാരണം അവിടെ അവാർഡ് ദാന ചടങ്ങൊക്കെ നടക്കുന്നുണ്ട് കല്യാണിക്ക് വേണ്ടി. പക്ഷെ കല്യാണിക്ക് ഭയങ്കര വിഷമമാണ്. ഈ സമയത്ത് രൂപ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാനൊക്കെ പറയുന്നുണ്ട്. കാരണം കല്യാണിയെ കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ കിരണും കല്യാണിയും കൂടെ രൂപേനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്നപ്പം ചന്ദ്രസേനും ഉണ്ടായിരുന്നു അവിടെ. കല്യാണിയെ കണ്ടത് ചന്ദ്രസേനൻ പറഞ്ഞു, മോൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഒരു കാര്യമാണെന്ന് പറയാണ്. പെട്ടെന്ന് രൂപ പറഞ്ഞു, സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ മോള് പോവാന്ന് ഓർക്കുമ്പോൾ അതൊരു വിഷമമുള്ള കാര്യമാണെന്ന് പറയാം. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, അതൊക്കെ ശരിയാമേ, പക്ഷേങ്കിൽ ഒരാഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ, ഒരാഴ്ച ആകുമ്പത്തേനും പെട്ടെന്ന് അവൾ ഇങ്ങോട്ട് വരുത്തല്ലേന്ന് ചോദിക്കാം. ചന്ദ്രസേനൻ പറഞ്ഞു, ശരിയാ, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും അങ്ങോട്ട് പോയില്ലേന്ന് ചോദിക്കാം. പെട്ടെന്ന് കല്യാണി പറഞ്ഞു, അതെ, ഒരു ദിവസം പോലും ഒന്നും എനിക്ക് പോകത്തില്ല. കാരണം കിരണേട്ടനും കല്ലുമോനും ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് അറിയില്ല, എങ്ങനെയായി തീരുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. ഈ സമയം രൂപ പറഞ്ഞു, ഇനി അതേക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് നോക്കിക്കോളാം. പോരാത്തതിന് കല്യാണമോളുടെ അമ്മയില്ലേ, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നേ? കല്ലുമോന്റെ കാര്യങ്ങളൊക്കെ ദീപ നല്ല ഭംഗിയായിട്ട് നോക്കില്ലെന്ന് ചോദിക്കാം. പിന്നെ ഞാനുണ്ട്, ചന്ദ്രേട്ടനുണ്ട്, കിരണൊക്കെ എല്ലാവരും ഇല്ലേന്ന് ചോദിക്കാം. എന്നാലും എന്തോ ഒരു വിഷമം എന്ന് പറയാം. അതെ, വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ നല്ലൊരു അവാർഡൊക്കെ കിട്ടുമ്പോൾ അതിന് ദൈവത്തിന് ആദ്യം നന്ദി പറയുക ചെയ്യണ്ടേ. അത് മാത്രമല്ല, ഇനി മോള് ഉയരത്തിലെത്തണം. മോളെ ചവിട്ടി താത്തിയവരുടെ മുന്നിൽ മോള് ഉയരത്തെഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം കിരൺ പെട്ടെന്ന് പറഞ്ഞു, അമ്മ ഇപ്പൊ വലിയ വലിയ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയാം. അതെന്താടാ അങ്ങനെ പറഞ്ഞ? ഒന്നും പറയണ്ട, ഇവളുടെ അച്ഛനെന്ന് പറഞ്ഞ പ്രകാശനില്ലേ, അയാൾക്കിപ്പം രാജയോഗം എന്ന് പറഞ്ഞാൽ നടക്കണേ. രാജയോഗം എന്ത് ചെയ്യാനാ? ആ കാർത്തിക എന്നൊരു പെണ്ണുണ്ട്, ഇപ്പൊ അവളുടെ കൂടെയാണ്. അവളെ അച്ഛാന്നൊക്കെ വിളിച്ചോണ്ടാ നടക്കണേ. എന്തിനാ ഏതിനാന്ന് പുറപ്പാടൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, എപ്പോഴേലും അയാൾക്കിട്ട് 8ന്റെ പണി കിട്ടുമെന്ന് പറയാം. ഇത് കേട്ടതും രൂപ പറഞ്ഞു, അല്ല പെൺകുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കര ചതുർത്ഥിയായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റിയെന്നൊന്നും അറിയത്തില്ല. എന്തോ ഒരു കോൾ ഒത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ കാർത്തിക നല്ല തേപ്പ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. അതിനുള്ള ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന് പറയാം. ഈ സമയം ചന്ദ്രസേനൻ പറഞ്ഞു, അതെ, മോളിനി എന്തൊക്കെ വന്നു പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും പോകണ്ട. അയാൾക്ക് ഇനി എന്ത് സംഭവിച്ചാലും നോക്കാൻ പോകണ്ട. അല്ലെങ്കിൽ ഇനി ആരും നോക്കാൻ പോകുന്ന വെച്ചാ ഇപ്പൊ തന്നെയാണ് ഇഷ്ടം പോലെ വെല്ലുവിളികൾ എൻ്റെ അടുത്ത് വന്ന് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറയാ. കിരൺ പറഞ്ഞു, ഞാൻ പലപ്പോഴും എനിക്ക് ദേഷ്യം വന്നിട്ട് എന്റെ നിയന്ത്രണം വിട്ടു പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ കല്യാണി ഓർത്ത് മാത്രം ഞാൻ ക്ഷമിച്ചിരിക്കുന്നത്. പക്ഷെ ഇനി ഞാനങ്ങനെ വെറുതെ വിട്ടു കൊടുക്കില്ല അച്ഛാ. കാരണം ക്ഷമയുടെ നെല്ലിപ്പല കണ്ടെന്ന് പറയാം. അതെ, അതൊക്കെ പോട്ടെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ വിശേഷങ്ങളൊക്കെ എല്ലാം പറയുകയാണ്. ഈ സമയമാണെങ്കിൽ മനോഹർ ആകപ്പാടെ പെട്ടുപോയ അവസ്ഥയിലാണ്. കാരണം നിഷ അവളെ ഒന്ന് വിളിക്കണം, അവളെ വിളിച്ചില്ല ആകപ്പാടെ പണി പാളും. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് പോലും അറിയാൻ പറ്റില്ല. ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മനോഹറിന്. പിന്നീട് മനോഹർ സരിയില്ലാത്ത സമയം നോക്കി നിഷേനെ ഒന്ന് വിളിക്കുകയാണ്. നിഷേനെ വിളിച്ച് നിഷയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. നിഷ പറഞ്ഞു, ഇത് എവിടെ പോയി രോഹിയേട്ടാ? രോഹിയാണ് എത്ര ട്രൈ ചെയ്തെന്നറിയാവോ, ഒരു തവണ പോലും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലോ എന്ന് പറയാം. അത് പിന്നെ മോളു, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല തിരക്കാ, അതുകൊണ്ടാ. എന്നും വെച്ചോണ്ട് എന്നെ ഒരു കോള് പോലും വിളിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കും. അല്ല, കോള് വിളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറ്റിയില്ല എന്ന് പറയാം. അതുകൊണ്ട് ഇതേ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ടെന്ന് പറയണം. അതൊന്നും ഓർത്ത് എന്റെ മോള് വിഷമിക്കണ്ട കേട്ടോ. ഇതേ ഈ രോഹിയേട്ടൻ പെട്ടെന്ന് അങ്ങോട്ട് തിരികെ വരില്ലേ, പിന്നെ എന്റെ മോളുടെ അടുത്ത് തന്നെയല്ലേ, ഞാൻ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. അതോർത്ത് എന്റെ മോള് വിഷമിക്കണ്ടെന്ന് പറയും. എത്രയും പെട്ടെന്ന് വാ, എനിക്ക് ആ പാട് ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കുന്നുണ്ട് രോഹിയേട്ടാ, വല്ലാത്തൊരു ടെൻഷൻ പോലെയാന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, മോളിന്റെ വീട്ടിൽ പോയി നിൽക്കുക, അച്ഛനും അമ്മയോടെ ഉണ്ടല്ലോ. ശരി എന്നൊക്കെ പറഞ്ഞ് നിഷ ഫോൺ വെക്കുവാണ്. അങ്ങനെ നിഷേനെ പതുക്കെ ഒന്ന് സോപ്പിട്ടെടുത്തു. ദൈവമേ, ഇനിയിപ്പൊ സരുവിന്റെ അടുത്ത് എന്ത് കള്ളത്തരം പറഞ്ഞു അപ്പൊ അവളുടെ അടുത്തേക്ക് പോകും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ എന്തൊരു ബുദ്ധിമുട്ടാണോ എന്തോ. എത്രയും പെട്ടെന്ന് സരുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, എങ്കിൽ മാത്രമേ തനിക്ക് ഇനിയിപ്പം നിഷയോടൊപ്പം പോയി താമസിക്കാൻ പറ്റുള്ളൂ. കോടികൾ വരുന്ന സ്വത്ത് അവളുടെ കയ്യിലിരിക്കുന്നത്, അതൊക്കെ അടിച്ചു മാറ്റി എടുക്കണമെങ്കിൽ താൻ തന്നെ മുന്നിട്ടിറങ്ങിയിട്ടേ കാര്യമുള്ളൂ. എത്രയും പെട്ടെന്ന് അതൊക്കെ തന്റെ പേരിലേക്ക് ആക്കുകയും വേണം. ആ ഒരു ചിന്തയാണെന്നും മനോഹറിന്റെ ഉള്ളിലുണ്ടായിരുന്നേ. ഈ സമയത്ത് പ്രകാശൻ നേരെ കാർത്തികയുടെ അരിയിലേക്കാണ് വരുന്നത്. കാരണം ക്ഷേത്രത്തിലേക്ക് പോയി വഴിപാടുകളും പൂജകളും ഒക്കെ നടത്തി. പോരാത്തതിന് പെൺകുട്ടികളുടെ കാലും കഴുകി കുടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ മുഖമൊക്കെ കഴുകുകയൊക്കെ ചെയ്തു. അങ്ങനെ കാർത്തികയുടെ അടുത്തേക്ക് പ്രകാശം വന്നു കഴിഞ്ഞപ്പം കാർത്തിക പറഞ്ഞു, അച്ഛാ ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തോന്ന് ചോദിക്കണം. ചെയ്തു മോളെ, എല്ലാം ചെയ്തിട്ടുണ്ട്. മോളല്ലേ പറഞ്ഞേ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ അങ്ങനെ ചെയ്തേന്ന് പറയാം. ഇത് കേട്ടപ്പം കാർത്തികോട്, ശരിയാച്ചാ, ഞങ്ങളുടെയൊക്കെ അവിടെ നാട്ടിലുണ്ടല്ലോ, അവിടെയെല്ലാം ആണുങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുന്ന, കാരണം അവർക്കൊക്കെ
നല്ല സമ്പൽ സമൃദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു, മോള് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേ. മോൾക്കറിയാലോ, ഞാനാണെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ടാ ജീവിച്ച് മുന്നോട്ട് വന്നേ. 2 പെൺകുട്ടികളായിരുന്നു എനിക്ക്. അവരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കാൻ പോലും ഞാൻ വളരെയധികം വിഷമിച്ചു. പിന്നെ അവരങ്ങനെ വലുതായി കഴിഞ്ഞപ്പത്തിന് അവരവരുടെ പാട് നോക്കിപ്പോയി. അതിനുശേഷം എനിക്ക് എത്രമാത്രം വേദന ഉണ്ടായെന്നറിയാവോ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പെൺകുട്ടികളെ പോലും വെറുത്തു പോയത്. അതിനാ കാരണമുണ്ട്. പക്ഷേങ്കിൽ ഇപ്പൊ അവൾമാര് പറഞ്ഞുകൊണ്ട് നടക്കുന്നോ, ഞാൻ അവൾമാരെ ഉപേക്ഷിച്ച് കളഞ്ഞെന്നും പറഞ്ഞോണ്ടാ. ഇത് കേട്ടതും കാർത്തിക പറഞ്ഞു, എനിക്ക് അച്ഛന്റെ മനസ്സറിയാൻ പാടില്ലേ, അതുകൊണ്ട് അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ. ഇനിയിപ്പൊ ആരൊക്കെ അച്ഛനെ തള്ളിക്കളന്ന് പറഞ്ഞാലും ഞാൻ അച്ഛനോടൊപ്പം ഉണ്ടാവും. അച്ഛൻ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ട പ്രകാശം, അതേ മോളെ, ഞാൻ അങ്ങനെ കാല് കഴുകുക മാത്രമല്ല, അവർക്ക് പൈസയും കൊടുത്തിട്ടാ പോന്നേന്ന് പറയാം. കാർത്തി പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ. എന്താണെങ്കിലും ഞാൻ അച്ഛനെ കുറിച്ച് ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ. ഇപ്പോഴാ എനിക്ക് അച്ഛന്റെ മനസ്സറിയാൻ പറ്റുന്നേ. കാര്യങ്ങളൊക്കെ വെച്ച് നടത്തിയല്ലോ. ഇനി ഇതുപോലെയുള്ള വഴിപാടുകളും പൂജകളൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ അത് ചെയ്യണമെന്ന് പറയാം. ഈ സമയത്ത് പ്രകാശന് മനസ്സങ്ങോട്ട് ഇടിഞ്ഞു. ദൈവമേ, ഇനി ഇങ്ങനെ കാല് കിഴങ്ങ് വല്ല ചടങ്ങ് വല്ലതും ഉണ്ടോ ക്ഷേത്രത്തിൽ? അന്നെങ്കിൽ തന്റെ കാര്യം ഗോന്തിയായി. ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പിന്നീട് പ്രകാശം പറഞ്ഞു, ഇതൊക്കെ എന്തിനു വേണ്ടിയാ ഞാൻ ചെയ്യുന്നതെന്നറിയാവോ? മോളുടെ അമ്മയുടെ മനസ്സ് സന്തോഷിക്കാൻ വേണ്ടിയാന്ന് പറയും. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, മോളുടെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. കാരണം എനിക്കും പിന്നെ അവൾക്ക് നന്നായിട്ട് ജീവിക്കണമെങ്കിൽ. ഓ അങ്ങനെ, ഞാൻ അത്രയ്ക്ക് പെട്ടെന്ന് വിചാരിച്ചില്ല. അല്ല, മോളുടെ അമ്മ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. ഞാൻ മെസ്സേജൊക്കെ അയക്കാറുണ്ടെന്ന് പറയാം. അമ്മേനോട് ഇടയ്ക്ക് പറയാറുണ്ട്, സൂചിപ്പിക്കാറുണ്ട്. അമ്മയ്ക്ക് എന്താണെങ്കിലും അച്ഛനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നേ. എന്റെ കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു അമ്മയുടെ കല്യാണം നടത്തണം എന്നുള്ളത്. കുറെ ആലോചനകളൊക്കെ വന്ന അമ്മയ്ക്ക്. പക്ഷെ അമ്മ അതിനൊന്നും സംഭവിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇനിയിപ്പൊ എന്റെ കല്യാണം ഞാൻ നടത്തണമെങ്കിൽ അമ്മയുടെ കല്യാണം ആദ്യം കഴിയണം. അമ്മയ്ക്കൊരു കൂട്ടുണ്ടായിട്ട് മതി എനിക്ക് കൂട്ട്. അതുകൊണ്ട് അച്ഛൻ ഞാൻ ഇത്രയും കാലം ഇങ്ങനെ കല്യാണം കഴിക്കായിരുന്നേ. അച്ഛൻ അത് അറിയാവുന്ന ചോദിക്കുക. അമ്മയ്ക്കൊരു വിവാഹ ജീവിതം കിട്ടിയിട്ട് മതി, എനിക്ക് മതി എന്നൊരൊറ്റ ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ കമ്പനിയൊക്കെ ഇങ്ങനെ കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ട് വരണമെങ്കിലേ നല്ല അധ്വാനം ഉണ്ട് അതിന്റെ പിന്നില്. അപ്പൊ അതെല്ലാം കൂടെ കൊണ്ടാന്ന് പറയാം. പ്രകാശം പറഞ്ഞു, എന്നാലും ഈ പ്രായത്തില് മോൾ ഇത്ര കഠിനാധ്വാനായിട്ട് മാറി എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായി. ആ അമ്മ മോളെ ഇത്രയും കാലം വളർത്തിക്കൊണ്ട് വന്ന അവള് മിടുക്കിയായിരിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും കാർത്തിക, ശരിയാ അച്ഛൻ പറഞ്ഞ് 100% ശരിയാ. എന്റെ അമ്മയുടെ ഒറ്റ ഒരാളുടെ കഴിവ് കൊണ്ടാ ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. അല്ലെങ്കിൽ എന്റെ അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞപ്പം ഞാൻ എന്നേ ഈ ഭൂമി വിട്ട് പോകേണ്ടതാ. പക്ഷേങ്കില് എന്ത് ചെയ്യാനാ, എന്റെ അമ്മയുടെ ഒരേ മനോബലം കൊണ്ട് മാത്രാ ഞാൻ ഇവിടം വരെ ആയി തീർന്നതെന്ന് പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് പ്രകാശം പറഞ്ഞു, എനിക്കിനി സൗഭാഗ്യമല്ലേ വരാൻ പോണേന്നൊക്കെ പറയാണ്. പ്രകാശം ഭയങ്കര സന്തോഷത്തിലാന്ന് കാർത്തിക മനസ്സിലായി. നീ സന്തോഷിക്കടാ, സന്തോഷിക്ക്. നിന്റെ അവസാനത്തെ സന്തോഷം അത്. നീ അധികകാലം ഇങ്ങനെ സന്തോഷിക്കത്തില്ല. ഈ കാർത്തിക പറയുന്നേ. പിന്നീട് പ്രകാശം വന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ മോളേന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം കാർത്തിക ലക്ഷ്മിനെ വിളിക്കണം. ലക്ഷ്മിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ അയാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറയാണ്. ആരായിരിക്കും വന്നേ? പ്രകാശനാണോ? അതേ, അയാൾ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷത്തിലാ. ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് കാല് കഴിയ കാര്യങ്ങളൊക്കെ എന്നോട് വന്ന് പറഞ്ഞു. ഞാൻ കണ്ടായിരുന്നു മോളെ ആ കാര്യങ്ങളൊക്കെ. അതെ, അയാളുടെ മനസ്സിൽ ഇപ്പൊ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, അമ്മേനെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണമെന്ന്. അത് മാത്രമല്ല, അമ്മേനെ ഒന്ന് കാണണമെന്നൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടത് ലക്ഷ്മി ഇരിക്കുന്നിടത്ത് അങ്ങോട്ട് ചാടി എഴുന്നേറ്റു. അല്ല, എന്നിട്ട് മോളെന്താ പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞായിരുന്നു അച്ഛനോട് പെട്ടെന്ന് കാണണ്ട, കാരണം ഇപ്പൊ ആണെങ്കിൽ നല്ല തിരക്കുള്ള സമയങ്ങളൊക്കെ അല്ലേ, അമ്മയ്ക്കാളും ഇങ്ങോട്ട് വരാനായിട്ട്. ഇപ്പൊ അമ്മയോടെ നല്ല തിരക്കിലാണ്. പിന്നെ തിരക്കൊക്കെ ഒഴിയുന്ന ഏതൊരു ദിവസം ഞാൻ വിളിക്കാം, അന്ന് അച്ഛൻ വന്ന് അമ്മേനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു എന്ന് പറയാണ്. ഇത് കേട്ടതും ലക്ഷ്മി, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അയാൾ ഒരു ദിവസം ഞാൻ ആരാന്ന്. അന്നായിരിക്കും അയാൾ ശരിക്കും അറിയാൻ പോകുന്നത്. അയാളങ്ങ് സന്തോഷിക്കട്ടെ മോളെ, അയാൾക്കൊട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടൻ കാർത്തി പറഞ്ഞു, അമ്മ സന്തോഷമായിട്ട് ഇരുന്നു. ആദ്യത്തെ പണി ഇന്ന് നമ്മൾ കൊടുത്തേ, ഇനി ബാക്കി പണി പുറകെ ചെല്ലുന്നുള്ളൂ. ഇനി ബാക്കി പണിയും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കോളൂ എന്ന് പറയാം. അങ്ങനെ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന പ്രകാശൻ ഇഞ്ചിഞ്ചായിട്ട് അയാൾ മരിക്കണം. ഒറ്റയടിക്ക് അയാളെ കൊല്ലല്, നമുക്ക് ഇഞ്ചിഞ്ചായിട്ട് കൊന്നാൽ മതി എന്ന് പറയാം. ഇത് കേട്ടതും അവരൊന്നും ശരിയാ, നീ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം മോളെ, ഇനി അധികം താമസം ഇല്ല എന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.